ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. സോ നമ്മൾ ബ്ലോക്ക് ചെയിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഫോർ എക്സാമ്പിൾ ഒരു 5 പേരെ കൺസിഡർ ചെയ്യുക, ഒരു 5 പീപ്പിൾസിനെ കൺസിഡർ ചെയ്യുക. ഇവരൊരു റൂം ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ ഇവരുടെ എക്സ്പെൻസസും ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. അന്നേരം ഇവരിൽ ഒരാൾ ഒരു കള്ളത്തരം കാണിച്ചു, ഒരു മാൽ പ്രാക്ടീസ് കാണിച്ചു. പക്ഷേ ബാക്കി 4 പേരും ഇതറിയുന്നില്ല. സോ ഇങ്ങനൊരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ നോർമലി ഒരു എക്സ്പെൻസ് നടത്തുമ്പോൾ അത് കോമൺ ആയിട്ടൊരു ബുക്കിൽ എഴുതുന്നു. അതിലൊരാൾ എഴുതിയ കാര്യം കള്ളത്തരം കാണിച്ചു. ഓക്കെ, അപ്പം അത് ഒരേ ഒരു ബുക്ക് അതിൽ എല്ലാവരുടെ കയ്യിലും എല്ലാ ഡേറ്റാസും ഇല്ല. നമ്മൾ അതൊരു കോമൺ ബുക്കിലാണ് കീപ്പ് ചെയ്യുന്നത്. സോ ഇതിന് പകരം എന്ത് ചെയ്യുന്നു? 5 പേരുണ്ടെങ്കിൽ 5 പേരുടെ കയ്യിലും എന്ത് ചെയ്യുന്നു? ഈ ബുക്ക് കീപ്പ് ചെയ്യുന്നു. എന്നിട്ട് 5 പേര് നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ഈ ഒരു ബുക്കിൽ നമ്മൾ എഴുതുന്നു. എന്നിട്ട് ഇപ്പം ഞാനൊരു 500 റുപ്പീസ് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. ആ 500 റുപ്പീസിൻ്റെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഞാൻ 5 ബുക്കിലും എഴുതണം. മീൻസ് 5 ബുക്കിലും കൊടുക്കണം. എന്നിട്ട് ഈ 5 പേരും ഈ ട്രാൻസാക്ഷനെ എഗ്രി ചെയ്താൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ വാലിഡ് ആണെന്ന് പറയത്തുള്ളൂ. സോ ഈ ഒരു കൺസെപ്റ്റാണ് ബ്ലോക്ക് ചെയിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് നമുക്ക് ലേമാൻസ് ഡെഫിനേഷനിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. സോ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇവിടെ കാണാം, ഇൻ വിച്ച് ഈച്ച് യൂസർ ഓഫ് ദ ഡേറ്റ ഹോൾഡ് എ കോപ്പി ഓഫ് ദ റെക്കോർഡ്സ് വിച്ച് ക്യാൻ ഓൺലി ബി അപ്ഡേറ്റഡ് ഇഫ് ഓൾ പാർട്ടീസ് ഇൻവോൾവ് ഇൻ എ ട്രാൻസാക്ഷൻ എഗ്രി ടു അപ്ഡേറ്റ്. അതായത് ഓരോ യൂസറിൻ്റെ കയ്യിലും എന്തുണ്ടാവും? എല്ലാ റെക്കോർഡ്സിൻ്റെ ഒരു കോപ്പി ഉണ്ടാകും. അത് നമുക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എല്ലാവരും അതിനകത്ത് എഗ്രി ചെയ്തിരിക്കണം. ടെക്നിക്കൽ ഡെഫിനിഷനായിട്ട് പറയുമ്പോൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പിയർ ടു പിയർ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ, പിന്നെ ക്രിപ്റ്റോഗ്രാഫിക്കലി സെക്യൂർ, അപ്പൻഡ് ഓൺലി, ഇമ്മ്യൂട്ടബിൾ ആൻഡ് അപ്ഡേറ്റബിൾ ഓൺലി വയ കൺസെൻസ് ഓർ എഗ്രിമെൻറ്റ് എമംഗ് പിയേഴ്സ്. സോ ഇതാണ് അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ. സോ അതെന്ന് പറയുന്നത് പിയർ ടു പിയർ. ഞാൻ ഓൾറെഡി അത് ഞാൻ പറഞ്ഞില്ല. ലൈക്ക് പിയർ ടു പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ബിറ്റ് കോയിൻസ് ട്രാൻസാക്ഷൻ, അതായത് ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ, അവിടെയൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. വേറെ മെഡിക്കൽ ഫീൽഡിലൊക്കെ പലയിടത്തും നമ്മൾ യൂസ് ചെയ്യും. ഈ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻസിലൊക്കെ എന്താണ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. സോ അന്നേരം നമ്മൾ മുന്നോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ എന്ന് അറിയണം. ഓക്കെ, ഈ ബിറ്റ് കോയിൻ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം നമ്മൾ എങ്ങനെയാണ് ട്രാൻസാക്ഷൻ നടത്തുന്നത്? ഞാനിപ്പം ബിയിലോട്ട് ഒരു എമൗണ്ട് അയക്കുന്നത് 200 റുപ്പീസ്. അപ്പോൾ എൻ്റെ ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഞാൻ എൻ്റെ ഫെഡറൽ ബാങ്കിൽ നിന്ന് ബിയുടെ ബാങ്ക് SBI ആണെങ്കിൽ SBIയിലോട്ട് എന്ത് ചെയ്യുന്നു? 200 റുപ്പീസ് അയക്കുന്നു. സോ ഇത് SBI ബിക്ക് കൊടുക്കുന്നു. സോ ഇവിടെ ഒരു ബാങ്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബാങ്ക്സ് ഇൻവോൾവ് ആണ് ഈ ട്രാൻസാക്ഷൻ്റെ ഇടയ്ക്ക്. സോ ഈ ഒരു സിസ്റ്റം എന്താണ്? സെൻട്രലൈസ്ഡ് ആണ്. സോ ഇങ്ങനെ ബാങ്കിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് മാറ്റി നമ്മൾ ഡയറക്റ്റായിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് അയക്കുക അല്ലെങ്കിൽ എന്താണ് ട്രാൻസാക്ഷൻ നടത്തുക. സോ അതിനാണ് നമ്മൾ ഡിജിറ്റൽ കറൻസി ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനൊരു കേസിൽ എയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ബിയിലോട്ടൊരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ബ്ലോക്ക് ചെയിൻ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നു. സോ അത് തന്നെയാണ് ഇവിടെ പിയർ ടു പിയർ എന്ന് പറയുന്നത്. ഇവിടെ സെൻട്രൽ കൺട്രോൾ ഒന്നുമില്ല, എല്ലാവരും ഡയറക്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന എല്ലാത്തിനും അതൊരു സെൻട്രൽ കൺട്രോൾ ഇല്ല, ഡയറക്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. ഓൾറെഡി ഞാൻ പറഞ്ഞു, എല്ലാവരുടെ കയ്യിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടുന്നൊരു ബുക്കാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ബ്ലോക്സിൻ്റെ ഒരു കളക്ഷനാണ്. ഓക്കെ, കുറേ ബ്ലോക്സിൻ്റെ കളക്ഷനാണ്. അപ്പം ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ അങ്ങനെ ഹാഷിങ് അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ബ്ലോക്കിനെ എങ്ങനെ ചെയിൻ ആക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കുറേ ട്രാൻസാക്ഷൻ ഒരു ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ ഞാനൊരു 5 ട്രാൻസാക്ഷൻ നടത്തി, ഒരു നെറ്റ്വർക്കിൽ നടത്തി. ആ 5 ട്രാൻസാക്ഷൻ എവിടെ സേവ് ചെയ്യും? ഒരു ബ്ലോക്കിൽ സേവ് ചെയ്യും. അടുത്ത 10 സെക്കൻഡിലുള്ളത് ചിലപ്പോൾ ഇതിനകത്ത് അങ്ങനെ ടൈം ബൗണ്ടായിട്ട് ഇങ്ങനെ ഓരോ ബ്ലോക്കിൽ എന്ത് ചെയ്യും? ട്രാൻസാക്ഷനെ സേവ് ചെയ്ത് വെക്കും. ഇതെല്ലാം സേവ് ചെയ്ത് വെക്കുന്നത് ഹാഷ് വാല്യൂസ് ആയിട്ടാണ്. സോ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഹാഷ് വാല്യൂസ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നത്. സോ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ഒരു ഓവറോൾ ഹാഷ് വാല്യൂ ഉണ്ട്.
അതൊക്കെ നമുക്ക് മെർക്കിൾ ട്രീ എന്നുള്ള കൺസെപ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ബ്ലോക്കിനകത്ത് അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒരു ബ്ലോക്കിലെ ഇപ്പോൾ 5 ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ 5 ട്രാൻസാക്ഷൻ ഒരുമിച്ച് ചേർത്ത് എഴുതുന്ന ഒരു വാല്യൂ ഉണ്ടാവും മെർക്കിൾ ട്രീയിൽ. ട്രീ എന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഇതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ട്രീ. ഇപ്പോൾ എൻ്റെ 5 ട്രാൻസാക്ഷൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ 5 ട്രാൻസാക്ഷൻസിനെ ഒരുമിച്ച് ചേർത്ത് ട്രീയുടെ റൂട്ടിൽ എഴുതും. ആ വാല്യൂ ആയിരിക്കും നമ്മൾ എവിടെ സേവ് ചെയ്ത് വെക്കുന്നത്, ഇതിൻ്റെ ഈ ഒരു ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ എന്ന് പറയുന്നത്. അതെവിടെ ഉണ്ടാകും? ഈ ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ ഈ ബ്ലോക്കിലുണ്ടാവും, ഈ ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ ഈ ബ്ലോക്കിലുണ്ടാവും. സോ ഇവരെ തമ്മിൽ ഈ ഹാഷ് വാല്യൂ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഇതാണ് ഒരു ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. കാരണം ഞാൻ കുറച്ച് ഏറെ കാര്യങ്ങൾ പറഞ്ഞു. മെർക്കിൾ ട്രീ എന്ന് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു, ഇങ്ങനൊരു ട്രീ ഉണ്ട്. ഓരോ ട്രാൻസാക്ഷൻ്റെയും ഹാഷ് വാല്യൂ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനെ ഒരുമിച്ച് ചേർത്ത് എവിടെ കിട്ടും? റൂട്ടിൽ കിട്ടും. ഒരു ബ്ലോക്കിൻ്റെ ഹാഷ് വാല്യൂ അടുത്ത ബ്ലോക്കിലോട്ട് നമ്മൾ കൊടുത്തിരിക്കും. അങ്ങനെ ഇവരെ തമ്മിൽ കണക്ട് ചെയ്യും. സോ ഇതാണ് ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേക്കാണ്. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടഡ് ബ്ലോക്ക് ചെയിൻ ഡെഫിനേഷനിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എല്ലാ ഡീറ്റെയിൽസും, അതായത് ഒരു ബുക്കിൽ സേവ് ചെയ്തേ പറഞ്ഞില്ലേ, എല്ലാവരുടെ കയ്യിലും. ഇപ്പം ഫസ്റ്റ് ബ്ലോക്കിൽ നടന്ന കാര്യം ആർക്കറിയാൻ പറ്റും? തേർഡ് ബ്ലോക്കിലുള്ള ആർക്കറിയാൻ പറ്റും. കാരണം തേർഡ് ബ്ലോക്കിൽ നിന്ന് സെക്കൻഡ് ബ്ലോക്കിലെത്താം, സെക്കൻഡ് ബ്ലോക്കിൽ നിന്ന് ഫസ്റ്റ് ബ്ലോക്കിലെത്താം. സോ എല്ലാവരുടെ കയ്യിലും എത്തുവാണ്. അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജർ. ഇനി അപ്പൻഡ് ഓൺലി ഞാൻ പറഞ്ഞില്ല, 10 സെക്കൻഡ് ആ സമയത്തിനുള്ളിൽ ഒരു ടൈം ബൗണ്ട് ആയിട്ടാണ്, ടൈം സീക്വൻഷ്യൽ ഓർഡറിലായിട്ടാണ് നമ്മൾ ഡേറ്റാസിനെ ആഡ് ചെയ്യുന്നത്. ഇനി എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. എന്താണ്, നമ്മളിപ്പോൾ 5 പേരുണ്ടെങ്കിൽ 5 പേരുടെയും ഇപ്പം ഒരു ബ്ലോക്കിൽ 5 ട്രാൻസാക്ഷൻ ആഡ് ചെയ്തെന്ന് വിചാരിച്ചു. ഈ 5 ട്രാൻസാക്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബാക്കി ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ 5 ട്രാൻസാക്ഷൻസ് ആ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കുറേ എഗ്രിമെൻറ്റ്സ് ഉണ്ട്. ഇതാണ് ബ്ലോക്ക് ചെയിൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഓവറോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു കോമൺ ഒരു ആർക്കിടെക്ചറൽ വ്യൂ ആണ്. ഏറ്റവും ബേസിക്കലി നമുക്കിതെല്ലാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ ലെയറായ നെറ്റ്വർക്ക് ലെയർ ഉണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ P2P എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസാക്ഷൻ, പിയർ ടു പിയർ ട്രാൻസാക്ഷൻ, അത് നമ്മൾ ചെയ്യുന്നത് ഗോസിപ്പ് പ്രോട്ടോകോൾസ്, അങ്ങനെ കുറച്ച് പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നമ്മളുടെ എന്താണ്, നമ്മൾ ഇൻഫർമേഷൻ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഇൻഫർമേഷൻ പ്രൊപ്പഗേഷൻ ലെയർ എന്ന് പറയുന്നത്. ബ്ലോക്ക് ചെയിൻ്റെ വർക്കിംഗ് കാണുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തത് ക്രിപ്റ്റോഗ്രഫി. ക്രിപ്റ്റോഗ്രഫിയും ഓൾറെഡി ഞാൻ പറഞ്ഞു. ഈ ഒരു ബ്ലോക്ക് ചെയിനിൽ ബ്ലോക്സിൻ്റെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഹാഷസ് ആയിട്ടാണ് നമ്മൾ സേവ് ചെയ്തത്. ഷായൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനെ ഹാഷ് വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഉണ്ട്, നമ്മളത് ബ്ലോക്ക് ചെയിൻ്റെ വർക്കിംഗ് വരുമ്പോൾ പറഞ്ഞുതരാം. ഇനിയിപ്പം ക്രിപ്റ്റോഗ്രഫിയുടെ യൂസ് വരുന്ന കൺസേൺ ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും സമ്മതം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അതിന് കുറേ മെക്കാനിസംസ് ഉണ്ട്, അത് മുന്നോട്ട് വരുന്നുണ്ട്. ഫൈനലി ഇതൊരു വെർച്വൽ മെഷീനിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതൊരു ആപ്ലിക്കേഷനിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്തിന് യൂസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇതാണ് ആർക്കിടെക്ചറൽ വ്യൂ എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ബ്ലോക്ക് ചെയിൻ ജനറിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ് ഇത് കുറച്ച് മുന്നേ ഞാനവിടെ പറഞ്ഞു. ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിനെ പറ്റി പറയാൻ വേണ്ടി ഒരു ബ്ലോക്കുണ്ട്. ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക്. അതിനെ ജെനസിസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ട്രാൻസാക്ഷൻസും ഡേറ്റ എല്ലാം ഉണ്ട്. അടുത്ത ബ്ലോക്ക് വന്നു. ഇതിൻ്റെ ഹാഷാണ് ഇവിടെ ഉള്ളത്. അടുത്ത ബ്ലോക്കിൽ ഇതിൻ്റെ പ്രീവിയസ് ഹാഷാണ്. അതിൻ്റെ അടുത്ത ബ്ലോക്കിൽ ഇതിൻ്റെ ഹാഷാണ്. സോ ഇങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിൻ കണക്ട് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഇതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ജസ്റ്റ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബ്ലോക്കിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒരു ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, ബ്ലോക്കിനകത്ത് എന്തുണ്ട്? പോയിൻ്റർ ടു പ്രീവിയസ് ബ്ലോക്ക് ഹാഷ്, അതായത് പഴയ ബ്ലോക്കിലോട്ടുള്ള ഒരു പോയിൻ്റർ, പിന്നെ ഒരു നൺസ് വാല്യൂ, ടൈം സ്റ്റാമ്പ്, മെർക്കിൾ റൂട്ട്, ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്. മെയിനായിട്ട് ഇത് നോക്കിയാൽ മനസ്സിലാവും. ബ്ലോക്ക് ഹെഡർ നോക്കിയേ, ഇതാണ് ബ്ലോക്ക് ഹെഡർ, ഇതാണ് ബ്ലോക്ക് ബോഡി എന്ന് പറയുന്നത്. ബ്ലോക്ക് ഹെഡർ എന്ന് പറയുന്നത് പ്രീവിയസ് ഹാഷിലോട്ടുള്ളൊരു വാല്യൂ. നൺസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഒൺലി വൺസ് യൂസ്ഡ്, ഒരു പ്രാവശ്യം മാത്രം ജനറേറ്റ് ആവുന്ന, ഈ ബ്ലോക്കിനെ യുണീക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു വാല്യൂ ആണ് നൺസ് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ടൈം സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്ത് പെർട്ടിക്കുലർ ടൈമാണ്. ഇനി മെർക്കിൾ റൂട്ട് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഒരു ബ്ലോക്കിലുള്ള എല്ലാവരുടെയും ഈ ഇങ്ങനെ ട്രീ സ്ട്രക്ചറിൽ വരയ്ക്കുന്ന
ചെയ്യാനാണ് മെർക്കിൾ ട്രീ എന്ന് പറയുന്നത്. ഇതിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യും, ഇതിനെ രണ്ടിനും ജോയിൻ ചെയ്ത് ഇവിടെ എഴുതുന്നു, പിന്നെ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്ത് ഇവിടെ എഴുതുന്നു. സോ ആ ഒരു റൂട്ട് വാല്യൂ ആണ് മെർക്കിൾ റൂട്ട്. ആ എല്ലാ ട്രാൻസാക്ഷൻസുമാണ് ലിസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ് അവിടെ ആഡ് ചെയ്ത് എല്ലാവരും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്ലോക്ക് ഹെഡർ ആൻഡ് ബ്ലോക്ക് ബോഡിയുടെ ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നൗ നമ്മൾ അടുത്തതിലോട്ട് പോകുന്നു, എങ്ങനെയാണ് ഒരു ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഞാൻ എന്താണ് ബ്ലോക്ക് എന്ന് പറഞ്ഞു, അതിനകത്ത് ഒരു ബ്ലോക്കിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞു, ബ്ലോക്ക് ചെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇനി മീൻസ് ഈ ബ്ലോക്ക് ചെയിൻസ് ഇതെങ്ങനെയാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്തു. ഓക്കെ, ഒരു ട്രാൻസാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിജിറ്റൽ കറൻസി ട്രാൻസാക്ഷൻ ഞാൻ നടത്തി, അതായത് ഇത്രയൊരു ബിറ്റ് കോയിൻസ് എ ബിയിലോട്ട് നടത്തി, അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് വാലിഡേറ്റ് ചെയ്തു, അങ്ങനെ എന്ത് ട്രാൻസാക്ഷൻ ആണെങ്കിലും ഞാൻ അത് ഇനിഷ്യേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ട്രാൻസാക്ഷനെ എന്ത് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് ചെയ്യും. എങ്ങോട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യും, ആ പെർട്ടിക്കുലർ നെറ്റ്വർക്കിലോട്ട് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ഇത്രയും ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഞാനൊരു ട്രാൻസാക്ഷനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു, ഇവിടെ കുറേ ബ്ലോക്സ് ഉണ്ട്. ഇനി ആ ട്രാൻസാക്ഷൻ അതായത് ഞാൻ ട്രാൻസാക്ഷൻ നടത്തിയത് ഒരു പുതിയ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്തിട്ട് എങ്ങോട്ട് കൊടുക്കണം, ഈ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് ഞാൻ കൊടുക്കണം. അതാണ് ഉദ്ദേശം. അപ്പോൾ പുതിയ ബ്ലോക്കിനെ ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മെത്തേഡിൻ്റെ പേരാണ് മൈനിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് മൈനർ അല്ലെങ്കിൽ വാലിഡേറ്റർ വർക്ക് ചെയ്യുന്നത്. മൈനർ അല്ലെങ്കിൽ വാലിഡേറ്റർ. ഓക്കെ, നമ്മളിനി മുന്നോട്ട് വരുമ്പം കുറേ കൺസെൻറ്റ് മെക്കാനിസംസ് പഠിക്കും. അതായത് നമ്മളുടെ ട്രാൻസാക്ഷൻ വാലിഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് വാലിഡ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരു വാലിഡേറ്ററാണ്. എന്നിട്ട് ഇയാളാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഈ വാലിഡേറ്ററിനെ തീരുമാനിക്കുന്നത് ആ പർട്ടിക്കുലർ സിസ്റ്റം ഉപയോഗിക്കുന്ന കൺസെൻറ്റ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. ഒന്നുകൂടെ പറയാം, പുതിയൊരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻ അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിനിലോട്ട് ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മൈനർ അല്ലെങ്കിൽ വാലിഡേറ്ററാണ്. ഈ മൈനറിനെ അല്ലെങ്കിൽ വാലിഡേറ്ററിനെ ചൂസ് ചെയ്യുന്നത് ആ ഒരു പർട്ടിക്കുലർ എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ അത് ഉപയോഗിക്കുന്ന കൺസെൻറ്റ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. അന്നേരം അങ്ങനെയുള്ളൊരു കൺസെൻറ്റ് മെക്കാനിസമാണ് പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്നത്. പ്രൂഫ് ഓഫ് വർക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഈ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുമ്പം ഈ ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്കൊരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം കിട്ടും. അന്നേരം ഈ ഒരു ട്രാൻസാക്ഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ഇപ്പോൾ ഒരു 1000 പേരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇവരെല്ലാവർക്കും മൈൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ വാലിഡേറ്റർ ആവാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇവരെന്ത് ചെയ്യും, ഈ ഒരു പെർട്ടിക്കുലർ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കും. ആരാണോ ഫസ്റ്റ് ആ മാത്തമാറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അയാൾക്ക് എന്ത് ചെയ്യും, ഒരു പുതിയ ബ്ലോക്കിൻ്റെ അവകാശം കിട്ടും. എന്നിട്ട് അയാൾക്ക് ഈ ഒരു ട്രാൻസാക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും, വാലിഡേറ്റ് ചെയ്തിട്ട് ആ ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒരു ബ്ലോക്കിലോട്ട് ആഡ് ചെയ്തിട്ട് ഈ ബ്ലോക്കിനെ ഈ ചെയിനിലോട്ട് കൊടുക്കുകയും ചെയ്യും. അതേപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് എന്തുകൂടെ കിട്ടും, ഈ ഒരു മൈനർ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത ആൾക്ക് റിവാർഡ് കൂടെ കിട്ടും. അതായത് ഇത്ര ബ്ലോക്ക് ചെയിൻസ് കൂടെ ആൾക്ക് കിട്ടും. സോ ഇതാണ് മൈനർ. ഇനി വേറെ കൺസെൻറ്റ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എന്തുണ്ടാവും, ഈ വാലിഡേറ്റർ ആവാനുള്ള പല പല ക്രൈറ്റീരിയാസ് ഉണ്ടാവും. സോ ഈ ക്രൈറ്റീരിയ അനുസരിച്ചിട്ടാണ് ഇവർ വാലിഡേറ്റർ ആവുന്നത്. എന്നിട്ട് ഈ വാലിഡേറ്റേഴ്സ് എന്ത് ചെയ്യും, മറ്റുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ കൺസെൻറ്റ് വാങ്ങിയിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, ബ്ലോക്കിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ PDF കിടപ്പുണ്ട്. ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുക. ഒരു ഓവറോൾ വ്യൂ ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പലവട്ടം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞത് എന്താണ്, ഡീസെൻട്രലൈസ്ഡ് ആണ്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ല. ഇനി ഈ ബ്ലോക്ക് ചെയിൻസ് എല്ലാവർക്കും കാണാം. നിങ്ങൾ ക്ലാസ് എടുത്തപ്പോൾ കണ്ടാണ് ബ്ലോക്ക് ചെയിൻ്റെ ട്രാൻസാക്ഷൻസ് പലർക്കും കാണാൻ പറ്റും. അതുകൊണ്ട് ട്രാൻസ്പെറൻ്റ് ആണ്. ഇനി ഇമ്മ്യൂട്ടബിൾ ആണ്. വൺസ് നമ്മളൊരു ഒരു ട്രാൻസാക്ഷൻ ബ്ലോക്കിൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി ഇതെല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്തേക്കുന്നതുകൊണ്ടും ഒരു പിയർ ടു പിയർ നെറ്റ്വർക്ക് ആയതുകൊണ്ടും നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഹൈലി അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് പല ക്രിപ്റ്റോഗ്രാഫിക് അൽഗോരിതംസും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് വളരെയധികം
സെക്യൂർ ആണ്. ഫോർ എക്സാമ്പിൾ ഹൈലി സെക്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ട്രാൻസാക്ഷൻ നടത്തുന്നത് തന്നെ, ഞാനിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നു, അത് തന്നെ ഞാൻ ഡിജിറ്റലി എൻ്റെ പ്രൈവറ്റ് കീ ഉപയോഗിച്ച് ഡിജിറ്റലി സൈൻ ചെയ്തിട്ടാണ് ഞാനൊരു എമൗണ്ട് ബിയിലോട്ട് അയക്കുന്നത്. സോ അവിടെ തന്നെ തുടങ്ങുന്നു എന്ത് ചെയ്യുന്നു, ക്രിപ്റ്റോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് അവിടെ തന്നെ തുടങ്ങുന്നു. പിന്നെ എല്ലാ ട്രാൻസാക്ഷൻസും ഹാഷ് വാല്യൂ ആയിട്ടാണ് സേവ് ചെയ്യുന്നത്, ആർക്കും കാണാൻ പോലും പറ്റില്ല. സോ ഹൈലി സെക്യൂർ ആണ്. ഇനി പല കാര്യങ്ങളെയും നമ്മൾ ഈ ലോകം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് വിത്തൗട്ട് ഒരു ബാങ്കിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ തന്നെ ഞാൻ ഇന്ത്യയിൽ നിന്ന് മറ്റൊരാൾക്ക് ഡിജിറ്റൽ കറൻസി വെച്ച് അയക്കുന്നു. സോ ഒരുപാട് കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പറ്റി. ഫാസ്റ്റ് ഡീലിങ്സ്, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ബാങ്കിൻ്റെ തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡീലിങ്സ് എല്ലാം വളരെ ഫാസ്റ്ററാണ്. കോസ്റ്റ് സേവിങ്, അതേപോലെ തന്നെ ഈ സ്മാർട്ട് കോൺട്രാക്റ്റ് പോലുള്ള ഒരുപാട് പുതിയ ടെക്നോളജീസ് കൊണ്ടുവരാനായിട്ട് പറ്റി. പിന്നെ സ്മാർട്ട് പ്രോപ്പർട്ടി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമ്മളുടെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ അസറ്റ് നമുക്ക് ബ്ലോക്ക് ചെയിനുമായിട്ട് വെക്കാം. അതായത് നമ്മളുടെ അസറ്റ്സിൻ്റെ ഇറ്റ് ഈസ് പോസിബിൾ ടു ലിങ്ക് എ ഡിജിറ്റൽ ഓർ ഫിസിക്കൽ അസറ്റ് ടു ദ ബ്ലോക്ക് ചെയിൻ ഇൻ സച്ച് എ സെക്യൂർ ആൻഡ് പ്രിസൈസ് മാനർ ദാറ്റ് കനോട്ട് ബി ക്ലെയിം ബൈ എനിവൺ എൽസ്. നമ്മളുടെ അസറ്റിൻ്റെ ഫുൾ കൺട്രോൾ നമുക്കായിരിക്കും, വേറെ ഒരാൾക്ക് നമുക്ക് കൊടുക്കേണ്ട കാര്യം. അതായത് നമ്മളിപ്പോൾ സ്വർണം കൊണ്ടുപോയി ബാങ്കിൽ വെക്കുക, അപ്പോൾ ബാങ്കിനെ വിശ്വസിച്ചാണ് വെക്കുന്നത്. സോ അതിൻ്റെ കാര്യമില്ല, നമ്മളുടെ അസറ്റ് നമ്മളുടെ സ്വന്തം കൺട്രോൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് ലിമിറ്റേഷൻസ്. ഓക്കെ, ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ആർ നോട്ട് ആസ് സ്കെയിലബിൾ, ഒത്തിരി സ്കെയിലബിൾ അല്ല. പിന്നെ മുഴുവനായിട്ട് മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇതിൻ്റെ അഡോപ്ഷൻ, അതായത് ഇത് മനസ്സിലാക്കുന്നവരും ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അറിയുന്നവരും വളരെ കുറവാണ്. സോ ഒരുപാട് സ്റ്റഡീസ് ഇതിനകത്ത് നടത്താനുണ്ട്. ഇപ്പോൾ റിലേറ്റീവ്ലി ഇമ്മച്വർ ടെക്നോളജിയാണ്, ഇനി ഒരുപാട് മുന്നോട്ട് വരാനായിട്ടുണ്ട്. ഇനി പലർക്കും പ്രൈവസി ഒരു കൺസേൺ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി കൺസേൺ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ പല റെഗുലേഷൻസ് പല ഇതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇതിനില്ല. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണല്ലോ നമ്മളിത് കൊണ്ടുവന്നത് തന്നെ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്.